അർത്ഥത്തിൽ മതം ആവശ്യപ്പെടുന്നത്. എൻ്റെ പേര് നവാലുർ റഹ്മാൻ, കണ്ണൂർ സ്വദേശിയാണ്. എൻ്റെ ചോദ്യം, വളരെ കുറച്ച് കാലം മുമ്പ് വളരെയധികം ചർച്ച നടന്നൊരു കാര്യമാണ്, ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇസ്ലാമിലെ ജിഹാദിനെ കുറിച്ചാണ്. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മാത്രമല്ല, ജിഹാദ് എന്നതിന് പല ന്യായീകരണങ്ങളും പറഞ്ഞു വരുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ടായാലും പ്രതികൂലിച്ചുകൊണ്ടായാലും പല ന്യായീകരണങ്ങളും വന്നു കാണുന്നു. അനുകൂലിച്ചുകൊണ്ട് അത് ജിഹാദ് ഇസ്ലാമിൽ പറഞ്ഞതാണ്, അത് ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ആ വിഷയം എന്ന് അനുകൂലിച്ചും, അതിനെ പ്രതികൂലിച്ചുകൊണ്ട് ഇസ്ലാമിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല മറ്റുള്ള ഇസ്ലാമികപരമായ വിഷയങ്ങളാണ് എന്നും പറഞ്ഞു കാണുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിൽ ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്തിനാണ് മറ്റൊരു വിഷയം പ്രതികൂലിച്ചുകൊണ്ടുള്ള വിഷയത്തിൽ ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നത് എന്നുമാണ് എൻ്റെ ചോദ്യം. ജിഹാദ് പൊതുവെ ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ജിഹാദ് എന്ന വാക്കിന് പൊതുവായി നമ്മൾ നടത്തി വരാറുള്ള വിശദീകരണം ജഹദ, ജിഹാദ് എന്നൊക്കെ പറഞ്ഞ പ്രയത്നം, പരിശ്രമം, കഠിനാധ്വാനം എന്നൊക്കെ ഭാഷയിൽ അർത്ഥമുണ്ട്. ഇസ്ലാമിൽ ജിഹാദ് എന്താണെന്ന് അള്ളാഹു ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജിഹാദ് എന്ന് പ്രയോഗിക്കുന്നിടത്തെല്ലാം ഖുർആൻ ഫീ സബീലില്ല, ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഖുർആൻ പ്രയോഗിച്ചതായി കാണുന്നു ഫീ സബീലില്ല, ദൈവമാർഗത്തിലെ പരിശ്രമം. ജിഹാദും ഫീ സബീലില്ല, ദൈവമാർഗത്തിലെ പരിശ്രമം. എന്താണ് ദൈവമാർഗത്തിലെ പരിശ്രമം? അത് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നു. ദൈവിക സത്യസന്ദേശം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നത് ദൈവമാർഗത്തിലെ പരിശ്രമമാണ്. ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ദൈവമാർഗത്തിലെ പരിശ്രമമാണ്. വിശ്വാസികളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള, വിശ്വാസികളുടെ സമുച്ചയം എന്ന് പറയാവുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ജനതകൾ, സമൂഹങ്ങൾ, അവര് സ്വന്തം വിശ്വാസം പരിരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ, ആയുധമെടുത്തുകൊണ്ടുള്ള യുദ്ധങ്ങൾ ജിഹാദാണ്. ഇങ്ങനെ ജിഹാദ് എന്ന പരിശ്രമം എന്ന വാക്കിന് നമുക്ക് ഏതെല്ലാം അർത്ഥത്തിൽ വിശാലമായി വിശദമായി വ്യാഖ്യാനിക്കാം, ആ അർത്ഥം തന്നെയാണ് ജിഹാദ് എന്ന വാക്കിന് ഇസ്ലാം ഉൾക്കൊള്ളുന്നത്. അതിനെല്ലാം ഖുർആനിൽ ഉദാഹരണവുമുണ്ട്. ശത്രുക്കളുമായിട്ടുള്ള യുദ്ധം, പോരാട്ടം, അതിന് ഖുർആൻ ജിഹാദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് ഹർബ്, ഖിത്വാൽ എന്ന് പ്രയോഗിച്ചിട്ടുള്ള ഖുർആൻ തന്നെ ശത്രുക്കളുമായി ആയുധമെടുത്തുള്ള പോരാട്ടത്തിന് ജിഹാദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതേ ഖുർആൻ തന്നെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 52-ാമത്തെ വചനത്തിൽ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട്, ഈ ഗ്രന്ഥം കൊണ്ട്, ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നിങ്ങൾ നടത്തുക. വളരെ വ്യക്തമാണ്. ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന തൗഹീദിന്റെയും ആഖിറത്തിന്റെയും ഏകദൈവ വിശ്വാസത്തിന്റെയും പരലോക വിശ്വാസത്തിന്റെയും ആ ആദർശവുമായി സമൂഹത്തിനിടയിലുള്ള പരിശ്രമത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക. മക്ക കാലഘട്ടത്തിൽ അവതരിപ്പിച്ച പ്രസ്തുത വചനം വളരെ അർത്ഥവത്താണ്, അർത്ഥവ്യാപ്തിയുള്ളതാണ്. കാരണം മക്കയിൽ പ്രവാചകൻ ജീവിച്ചത്, പ്രവാചകന്റെ ജീവിത കാലഘട്ടമായ 23 വർഷത്തിൽ 13 വർഷം ആണ്. ഈ 13 വർഷ കാലഘട്ടത്തിലും ആയുധമെടുത്തുകൊണ്ടൊരു ജിഹാദ്, യുദ്ധം പ്രവാചകൻ നടത്തിയിട്ടില്ല. സത്യപ്രബോധനത്തിന്റെ ജിഹാദായിരുന്നു പ്രവാചകൻ നടത്തിയത്, ഈ വിശുദ്ധ വേദഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അതാണ് ഖുർആൻ ഇവിടെ പ്രയോഗിച്ചത്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഏറ്റവും വലിയ ജിഹാദ് അത് പ്രബോധനപരമായ ദൗത്യ നിർവഹണത്തിലെ പരിശ്രമമാണ്, കൃത്യമാണ്, വ്യക്തമാണ്. എന്നാൽ മക്ക കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക സമൂഹം, ആ സമൂഹത്തിന്റെ രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ അധിപൻ എന്ന ഉത്തരവാദിത്വം, ശത്രുക്കളുടെ ആക്രമണങ്ങൾ, അധിനിവേശങ്ങൾ, അതിന്റെ പശ്ചാത്തലത്തിലുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രതിരോധാത്മക പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ, അവിടെയും ജിഹാദാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തവും വിശദവുമായി വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ജിഹാദിന് ഒരുപാട് തലങ്ങളുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, പ്രവാചകന്റെ ഉത്ബോധനങ്ങളിൽ പലയിടത്തും സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിന് ജിഹാദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. സാമൂഹിക തിന്മകൾക്ക്, അധാർമികതകൾക്ക്, അനിസ്ലാമികമായ പ്രവണതകൾക്ക് എതിരെ കൈകൊണ്ട് ജിഹാദ് ചെയ്യാൻ
വമൻ ജാഹദഹും ബി യദിഹി, ഉത്ബോധനം കൊണ്ട് ജിഹാദ് ചെയ്യാൻ, ലിസാനിഹി, സ്വന്തം മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ട് ജിഹാദ് ചെയ്യാൻ, ഖൽബിഹി, ഇതൊക്കെ ഖുർആന്റെ പ്രവാചകന്റെ വിശ്രുതമായ പ്രയോഗങ്ങളാണ്, വചനങ്ങളാണ്. അതുകൊണ്ട് ജിഹാദ് എന്നത് വളരെ അർത്ഥവ്യാപ്തിയുള്ള ആശയതലങ്ങളുള്ള അറബി ഭാഷയിലെ ഖുർആൻ പ്രത്യേകമായി നടത്തിയിട്ടുള്ള പ്രയോഗമാണ്. ആ പ്രയോഗത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ജിഹാദ് അത് നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ അതല്ല അനിസ്ലാമികമായ പ്രതിരോധത്തിന്റെയോ പ്രത്യാക്രമണത്തിന്റെയോ ഒക്കെ പേരിൽ ഒരു ജനതാ, നാട്, ഭരണകൂടം, വ്യവസ്ഥാപിതമായ കോടതി, നിയമം, നിയമപാലനം, നിയമപാലകർ ഇതൊക്കെയുള്ള രാജ്യങ്ങളിൽ തീവ്രവാദത്തിന്റെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തുകയും എന്നിട്ട് നിയമം കയ്യിലെടുക്കുകയും ആയുധമെടുക്കുകയും അപരാധികളെയും നിരപരാധികളെയും ഒക്കെ ഇത്തരം കൂട്ടായ്മകളിലൂടെ സംഹരിക്കുകയും ആക്രമിക്കുകയും തിരിച്ചടിക്കുകയും ഒക്കെ ചെയ്യുന്ന തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾക്ക് ജിഹാദി മോമെന്റ്സ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതകൾ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ചെറിയ ചെറിയ വിഭാഗങ്ങൾ, കക്ഷികൾ നടത്തുന്നത് കൊണ്ടാണ് സമകാലിക സാഹചര്യത്തിൽ ജിഹാദ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലം തികച്ചും മതപരം മാത്രമല്ല, രാഷ്ട്രീയപരം കൂടിയാണ്. ലോകത്ത് നടക്കുന്ന അത്തരം ചെറുത്തുനിൽപ്പിന്റെ പ്രതിരോധ പോരാട്ടങ്ങളുടെയൊക്കെ പശ്ചാത്തലം അതാത് രാജ്യങ്ങളിൽ നടക്കുന്ന സാമ്രാജ്യത്വത്തിന്റെയും സൈനിസത്തിന്റെയും ഫാഷിസത്തിന്റെയും ഒക്കെ അധിനിവേശങ്ങളും ക്രൂരതകളും ഒക്കെയാണ്. അവിടെ മതത്തിന്റെ ശരിയായ ജിഹാദിന്റെ മുഖം വികലമാക്കപ്പെടുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുക. മതം അതാത് രാജ്യങ്ങളിൽ ശാന്തിയും സമാധാനവും ഭരണകൂടത്തോടുള്ള അനുസരണത്തിൽ അധിഷ്ഠിതമായ ജീവിത ശൈലിയും സമൂഹത്തിൽ വ്യക്തികളുടെ, ജനങ്ങളുടെ ജീവന്റെ അമൂല്യതയും ഒക്കെ പരിപാലിക്കാനും പരിരക്ഷിക്കുവാനും മതം ആവശ്യപ്പെടുന്നു. നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുന്നത് ഖുർആൻ 5-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വചനത്തിൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തത്തുല്യമായ അപരാധമാണ് ആ കൊലപാതകി ചെയ്യുന്നത് എന്നാണ് അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. ഒരു നിരപരാധിയായ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നുവെങ്കിൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കുന്നതിന് തത്തുല്യമാണെന്നുകൂടി ഖുർആൻ വിശദീകരിക്കുന്നു. മനുഷ്യജീവന്റെ അമൂല്യത ഇത്ര അനർഘമായി വിശദീകരിക്കുന്ന ദൈവിക ഗ്രന്ഥത്തിന്റെ ഉന്നതമായ പാഠങ്ങളെ തമസ്കരിക്കുന്ന സമീപനങ്ങളാണ് പലപ്പോഴും ഇത്തരം വ്യക്തികളുടെ തീവ്രവാദ കൂട്ടായ്മകളുടെ പരിണത ഫലങ്ങളായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥ ജിഹാദ് അത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും സാമൂഹിക സമാധാനത്തിനും സത്യപ്രബോധനത്തിനും ഒക്കെ വേണ്ടിയുള്ള പരിശ്രമമാണ്. രാഷ്ട്രവും ജനതയുമൊക്കെ ആകുമ്പോൾ ആ ജനതയുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഭരണകൂടങ്ങളിൽ, അധികാരസ്ഥന്മാരിൽ, ഭരണാധികാരികളിൽ നിക്ഷിപ്തമാകുമ്പോൾ അവർ അവരുടെ മിലിറ്ററിയെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന യുദ്ധത്തെയും ജിഹാദ് എന്ന് വിളിക്കാം. അതല്ലാതെ തീവ്രവാദത്തിന്റെ കൂട്ടായ്മകൾ ഒരിക്കലും ജിഹാദാകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. കാര്യങ്ങൾ വിശദമായിട്ടുണ്ടാകും.